മലയാളം മഹായുദ്ധത്തിന് വഴിമാറുകയാണ്. ഇന്ന് 2026 ഏപ്രിൽ 9 കേരളം കാത്തിരുന്ന വിധി നിർണയത്തിന്റെ പകലാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 140 മണ്ഡലങ്ങളിൽ ഇന്ന് ജനവിധി എഴുതപ്പെടും. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ചെടുത്ത 5 വർഷം കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ അവകാശമുള്ള 2,71,00,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1,38,00,000 സ്ത്രീകളും 1,32,00,000 പുരുഷന്മാരും 277 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ കരുത്ത് മാറ്റുരയ്ക്കപ്പെടുന്ന കേരളത്തിൽ ഇത്തവണ ഭരണ തുടർച്ചയോ ഭരണ മാറ്റമോ എന്നത് വരും മണിക്കൂറുകളിൽ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തും. 883 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പോരാട്ട രംഗത്തുള്ളത്. 140 മണ്ഡലങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള 30,495 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കും. സുഗമമായ വോട്ടെടുപ്പിനായി 1,46,000 ഉദ്യോഗസ്ഥരെയും ക്രമസമാധാന പാലനത്തിനായി 76,000 പോലീസ് കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളെയും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമായ 85% പോളിംഗ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ്. ഇത്തവണ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാവും ചായുക? എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്തുകൊണ്ട് കേരളം ഉറ്റുനോക്കുന്ന ആവേശ പോരാട്ടത്തിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് ഇന്നിപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേക കവറേജ് തുടങ്ങുന്നത്. മലയാളം മഹായുദ്ധം.